ഹോ, എന്തൊരു ചൂടല്ലേ! നമ്മുടെ അവധിക്കാലം തുടങ്ങിയാൽ പിന്നെ ചൂട് കൂടുതലാണ്. അതേ ജെറിലെ, ഈ സമയം നമ്മൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ട് ഇരിക്കേണ്ട സമയമാണ്. നമുക്ക് ഗവൺമെന്റ് ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഉച്ച സമയത്ത് വെളിയിൽ ഇറങ്ങരുതെന്നും, ധാരാളം വെള്ളം കുടിക്കണം, ധാരാളം ഫ്രൂട്ട്സ് കഴിക്കണമെന്നും. അങ്ങനെയാണെങ്കിൽ അവധിക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫ്രൂട്ട് ഏതായിരിക്കും? അത് വാട്ടർമെലോൺ അല്ലേ? ശരിയാണല്ലോ. നമുക്ക് നമ്മുടെ വാട്ടർമെലോൺ പാർട്ടി പ്രാർത്ഥിച്ചാരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് വാട്ടർമെലോൺ പാർട്ടിയായിട്ട് ഇവിടെ കൂടാൻ പോകുന്നു. കർത്താവെ, ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതെല്ലാം ഞങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ സഹായിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വാട്ടർമെലോൺ പാർട്ടി ആകുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം വേണമല്ലോ. അതെന്താണ്? അതെ, പാട്ടല്ലേ. എന്നാൽ നമുക്കൊരു ആക്ഷൻ സോങ് ആയാലോ? അതെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ പാട്ടിൽ പറയുന്നു, നമ്മൾ ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. കാരണം യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒരു വലിയ കാര്യമാണല്ലോ ചെയ്തിരിക്കുന്നത്. അതെ, അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അതിനാൽ നമുക്ക് യേശുവിനെ ഭർത്തിപ്പാടാം. പരലോകം പോകാനൊരു വഴി യേശുക്രിസ്തു മാത്രമേ, സ്വർലോകം ചേരാനൊരു മാർഗം യേശുക്രിസ്തു മാത്രമേ. വേറെയില്ല വഴി, വേറെയില്ല ജീവമാർഗം യേശുവേ. പരലോകം പോകാൻ ഒരു വഴി യേശുക്രിസ്തു മാത്രമേ. എല്ലാ കൂട്ടുകാർക്കും പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് നമ്മുടെ അടുത്ത പ്രോഗ്രാമിലോട്ട് പോയാലോ? അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ലോകത്തിലുള്ള മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ മനുഷ്യനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പ്രശ്നത്തിന് മാത്രം പരിഹാരം കണ്ടെത്താൻ ഈ ലോകത്ത് ആർക്കും സാധിച്ചിട്ടില്ല. ആ പ്രശ്നം എന്താണെന്നും അതിനുള്ള പരിഹാരം എന്താണെന്നും നമുക്കിപ്പോൾ ആശയാന്റി പറഞ്ഞു തരും. കൂട്ടുകാരെ, നിങ്ങൾക്ക് അസുഖം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകും, ഡോക്ടേഴ്സിനെ കാണും, മരുന്ന് വാങ്ങിക്കും. അപ്പോൾ നിങ്ങളുടെ അസുഖം ഭേദമാകും. എന്നാൽ എത്ര മരുന്ന് കഴിച്ചാലും എത്ര ഡോക്ടേഴ്സിനെ കണ്ടാലും മാറാത്ത ഒരു കാര്യമുണ്ട്. അതാണ് പാപം. എല്ലാവരും പാപം ചെയ്യുന്നു. എന്നാൽ ഈ പാപത്തിൽ നിന്നും രക്ഷ നേടാൻ എന്ത് ചെയ്യണമെന്ന് ഇന്നത്തെ മനപ്പാഠവാക്യത്തിലൂടെ നമുക്ക് പഠിക്കാം. ഇന്ന് പഠിക്കാൻ പോകുന്ന മനപ്പാഠവാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ബൈബിളിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പഴയ നിയമം എന്നും പുതിയ നിയമം എന്നും. ബൈബിളിൽ 66 പുസ്തകങ്ങളുണ്ട്. അതിൽ പുതിയ നിയമത്തിലാണ് അപ്പോസ്തല പ്രവൃത്തികൾ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യത്തിലാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ ഈ യേശു ആരാണെന്ന്? ഈ യേശു ദൈവത്തിന്റെ പുത്രനാണ്. നമ്മളെപ്പോലെ തന്നെ യേശു കർത്താവ് കുഞ്ഞു വാവയായിട്ട് ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു. അവൻ വളർന്നു 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. എന്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി യേശു കർത്താവ് കുരിശിൽ മരിച്ചു. യേശു കർത്താൻ തലയിൽ മുഴുക്കിടം വെച്ചു, കൈകളിൽ ആണയടിച്ചു, കാലിൽ ആണയടിച്ചു. എത്രമാത്രം വേദനയാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചത്. എന്നെയും നിങ്ങളെയും പാപത്തിൽ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ കാര്യം ചെയ്യുവാൻ ഇടയായി തീർന്നത്. ഈ യേശു കർത്താവ് വിശ്വസിക്കുവാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു തരാൻ യേശു കർത്താവിന് കഴിയും. എന്റെയും നിന്റെയും പാപം മോചിച്ചു തരുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നത്. ഈ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ നേടുവാനായിട്ട് സാധിക്കും. നിങ്ങൾ യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച കൂട്ടുകാരാണെങ്കിൽ യേശു കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ മോചിച്ച് നിങ്ങൾക്ക് രക്ഷ തന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. അതിനുവേണ്ടി എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നിങ്ങൾ ഇതുവരെയും യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഈ വാക്യം പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കൂട്ടുകാരെ, നമുക്ക് ഈ വാക്യം ഒന്ന് പഠിക്കാം. ഞാൻ വാട്ടർമെലന്റെ റൗണ്ട് പീസ് കാണിക്കുമ്പോൾ ആൺകുട്ടികൾ വാക്യം പറയണം. വാട്ടർമെലന്റെ ഹാഫ് പീസ് കാണിക്കുമ്പോൾ പെൺകുട്ടികൾ വാക്യം പറയണം. ഓക്കെ, റെഡി? അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇനി പെൺകുട്ടികളാണ് വാക്യം പറയേണ്ടത്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഓക്കെ, ഇനി ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് വാക്യം പറയാൻ പോണേ. റെഡി? അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ നമുക്ക് ഈ വാക്യത്തിലൂടെ മനസ്സിലായി പാപമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന്. യേശു കർത്താവിലൂടെ മാത്രമാണ് നമുക്ക് ഈ പാപത്തിന് പരിഹാരമുള്ളൂ. അത് വളരെ ശരിയാണ് ജെറൽ. പക്ഷെ നല്ല ചൂടുണ്ടല്ലേ, നമുക്കൊരു വാട്ടർമെലോൺ ജ്യൂസ് കുടിച്ചാലോ? ഓക്കെ, പക്ഷേ ഈ വാട്ടർമെലനകത്ത് ഒരു രഹസ്യമുണ്ട്. അതെന്താണെന്ന് അറിയാമോ?
എനിക്കറിയാമത്, എന്നാൽ നമ്മുടെ കൂട്ടുകാർക്ക് അറിയില്ലല്ലോ. ഈ സമയം നമുക്ക് ലാലോങ്കിള് നമ്മുടെ വാട്ടർമെലോന്റെ സീക്രട്ട് നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞാനൊരു കൂട്ടുകാരനെ പരിചയപ്പെടുത്തുകയാണ്. അവൻ്റെ പേര് ജോൺ എന്നാണ്. അവൻ കൻസാസിലുള്ള അവൻ്റെ അങ്കിൾ ജിമ്മിൻ്റെയും ആൻറ്റി ലോറയുടെയും വീട്ടിലേക്ക് പോയി. അവിടെ നിന്നും അവർക്ക് സ്വന്തമായിട്ടുള്ള ഫാമിലേക്ക് അവൻ പോയി. അവിടെ വിസ്താരമായി കിടക്കുന്ന ചോള വയലുകൾക്ക് നടുവിലുള്ള ഫാം ഹൗസിൻ്റെ മുമ്പിൽ പോയി നിന്നു. പക്ഷേ അവൻ്റെ കൂടെ ആരുമില്ലാത്തതുകൊണ്ട് അവനൊരു ഏകാന്തത തോന്നി. അവൻ വിചാരിച്ചു, ഞാൻ ഇങ്ങോട്ട് വരേണ്ടതില്ലായിരുന്നു, ഞാൻ തിരിച്ച് അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അവൻ അങ്ങനെ ലോറ ആൻറ്റിയുടെ വീട്ടിലേക്ക് ചെന്നു. ലോറ ആൻറ്റി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവിടെ ചെന്നപ്പോൾ, ജോൺ, നീ തിരികെ വന്നോ? വളരെ സന്തോഷം. ഞാൻ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആപ്പിൾ പൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അവന് വലിയ ഇഷ്ടമാണ് ആപ്പിൾ കൊണ്ടുണ്ടാക്കിയ പൈ. എന്നാൽ ആൻറ്റി അവനോട് പറഞ്ഞു, മോനെ ജോൺ, നീ അല്പം സമയം റെസ്റ്റ് എടുക്കുക, നീ പോയി ഫ്രഷ് ആയിട്ട് പോവാ, അപ്പോൾ ഞാൻ അത്താഴമൊക്കെ റെഡിയാക്കി വെക്കാം, അതിനുശേഷം നമുക്ക് പൈ കഴിക്കാം. അവൻ ആ വീടിൻ്റെ മുകളിലുള്ള ഗസ്റ്റ് റൂമിലേക്ക് പോയി. അവൻ അവിടെ വിശ്രമിക്കുകയാണ്. എന്നാൽ അവിടുത്തെ പുറത്തേക്ക് തുറക്കപ്പെട്ടിട്ടുള്ള ആ ജനലിൻ്റെ സമീപത്തേക്ക് ചെന്നിട്ട് അവൻ ദൂരെയുള്ള വീടുകളിലേക്ക് നോക്കി. അവനറിയാം, അങ്കിളുടെയും ആൻറ്റിയുടെയും ആ ഫാം ഹൗസിൻ്റെ സമീപത്തായിട്ട് താമസിക്കുന്ന അവൻ കഴിഞ്ഞ വർഷം പരിചയപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ്റെ പേര് ആൻഡ്രൂ എന്നായിരുന്നു. അവൻ ആ ആൻഡ്രൂവിനെ കുറിച്ച് ചിന്തിച്ചു. അവൻ എത്രയോ നല്ലവനാണ്. അവനാണെങ്കിൽ നല്ല ഫുട്ബോൾ കളിക്കാരനാണ്. അത് മാത്രമല്ല, അവൻ നന്നായി കളിക്കുമെങ്കിലും ഞാൻ വലിയ കളിക്കാനാണെന്നൊരു ഭാവമൊന്നും അവൻ്റെ ജീവിതത്തിലില്ല. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവന് വലിയ പ്രശംസയൊന്നും നേടാനായിട്ട് അവൻ ശ്രമിച്ചിട്ടുമില്ല. അവൻ ഓർക്കുന്നുണ്ട്, അവർ ഒരുമിച്ച് ഒരു നീന്തൽക്കുളത്തിൽ നീന്തിക്കൊണ്ടിരുന്നപ്പോൾ ജോൺ മുങ്ങിപ്പോയപ്പോൾ അവനെ രക്ഷപ്പെടുത്തിയത് ഈ ആൻഡ്രൂ ആയിരുന്നു. അതുകൊണ്ട് ആൻഡ്രൂവിനെ കുറിച്ച് അവന് വലിയ സന്തോഷമാണ്. അവന് ആൻഡ്രൂവിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഏറ്റവും മികച്ച കാര്യം മാത്രമേ ഓർക്കാനായിട്ടുള്ളൂ. പക്ഷെ അവൻ ചിന്തിച്ചു, ഇപ്രാവശ്യം ഞാൻ ആൻഡ്രൂവിനെ കണ്ടില്ല, ആൻഡ്രൂവിനെ എനിക്കൊന്ന് കാണണം. അവൻ ആൻഡ്രൂവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ആൻറ്റിയുടെ അടുക്കിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ, ആൻറ്റി, ആൻഡ്രൂവിനെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ലോറ ആൻറ്റി ജോണിനോട് പറഞ്ഞു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആൻഡ്രൂവിനെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്കിൾ ജിം ഇവരുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൻഡ്രൂവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ ലോറ ആൻറ്റിയുടെ കണ്ണ് നിറയുന്നത് ഈ ജോൺ ശ്രദ്ധിച്ചു. അവന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ആ കണ്ണ് നിറഞ്ഞതെന്ന്. എന്നാലും ജോൺ പറഞ്ഞു, ആൻഡ്രൂ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അങ്കിൾ ജിം അവനോട് തണ്ണിമത്തനെ കുറിച്ചുള്ള എന്തോ ഒരു രഹസ്യം പറഞ്ഞതായിട്ട്. ആ രഹസ്യം കേട്ടതുകൊണ്ട് തൻ്റെ ജീവിതത്തിന് വലിയൊരു മാറ്റം വന്നു എന്നും ആൻഡ്രൂ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്കിൾ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്കിളിന് ആ തണ്ണിമത്തൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് എന്നോടുകൂടി പറയാമോ? അങ്കിളും ജോണും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരുടെ മുമ്പിലുള്ള ടേബിളിൽ വലിയൊരു തണ്ണിമത്തൻ ഇരിപ്പുണ്ട്. അദ്ദേഹം ഒരു കത്തി ഉപയോഗിച്ച് അതിനെ രണ്ടായിട്ട് മുറിച്ചു. പിന്നെ അതിനെ കഷ്ണങ്ങളാക്കി മുറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ആൻഡ്രൂ പറഞ്ഞ ശരിയാണ്, ആ നല്ല ദിവസത്തെ ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോഴും എനിക്ക് അഭിമാനത്തോടെ അത് ഓർക്കാൻ സാധിക്കും. ഞാൻ തണ്ണിമത്തനെ കുറിച്ചുള്ള ആ രഹസ്യം അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവൻ ഒരു നല്ല കുട്ടിയായി മാറാൻ സാധിച്ചു. ജോൺ, ഞാൻ നിനക്കും ഇതിൻ്റെ രഹസ്യം പറഞ്ഞു തരാം. അങ്കിൾ ജോൺ ആ തണ്ണിമത്തൻ മുറിച്ചുകൊണ്ട് ജോണിനോട് പറഞ്ഞു, ജോൺ, ഈ തണ്ണിമത്തിൻ്റെ അകത്ത് വിത്തുകൾ കണ്ടോ? ഈ വിത്തുകളെക്കുറിച്ച് നീ ഓർമ്മ വയ്ക്കണം. ഈ വിത്തിന് എന്ത് നിറമാണ്? അത് തിളക്കമുള്ളതാണോ അതോ ഇരുണ്ട നിറമാണോ? അവൻ പറഞ്ഞു, ഇത് ഇരുണ്ട നിറമാണ് ആ വിത്തുകൾക്കുള്ളത്. അതെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാൻ സാധിക്കും. ദൈവം ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു. സസ്യങ്ങളെ സൃഷ്ടിച്ചു, പൂക്കളെ സൃഷ്ടിച്ചു, മലകളെ സൃഷ്ടിച്ചു, കടലിനെ സൃഷ്ടിച്ചു, വെള്ളത്തെ സൃഷ്ടിച്ചു. ദൈവം തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. ആ മനുഷ്യനെ ആദം എന്ന് പറയുന്നു. അവന് ഭാര്യയായിട്ട് കൊടുത്ത ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചതാണ്. അവർക്ക് ജീവിക്കാനായിട്ട് നല്ലൊരു സ്ഥലവും കൊടുത്തു, ഏദൻ തോട്ടം. ആ ഏദൻ തോട്ടത്തിൽ
അവർക്ക് ഭക്ഷിപ്പാനായിട്ട് ആവശ്യമായ നല്ല ആഹാരമുണ്ടായിരുന്നു. ദൈവം അവരുടെ കൂടെ വസിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ദൈവം ഒരു നിയമം മാത്രമേ അവരുടെ മുമ്പിൽ വെച്ചുള്ളൂ. തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ച് അറിവ് നൽകുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ കഴിക്കരുത്. പക്ഷേ ഒരു ദിവസം ഈ ഹൗവ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത പരിചയമില്ലാത്തൊരു ശബ്ദം കേട്ടു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അതൊരു പാമ്പാണ്. പക്ഷേ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് ഹവയോട് സംസാരിക്കുകയായിരുന്നു. ഹവയോട് പാമ്പ് പറയുന്നത് കേട്ടിട്ട് ഹവയ്ക്ക് ആ വിലക്കപ്പെട്ട കനി കഴിക്കണമെന്നുള്ള ആഗ്രഹം തോന്നി. അവൾക്കറിയാം ദൈവം പറഞ്ഞിട്ടുണ്ട് നന്മ തിന്മകളെക്കുറിച്ച് അറിവ് നൽകുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഒരിക്കലും കഴിക്കരുത് എന്ന്. പക്ഷേ പാമ്പിൻ്റെ ആ പരീക്ഷണത്തിലൂടെ അത് കഴിക്കാനുള്ള ഒരു പ്രലോഭനമുണ്ടായപ്പോൾ അവൾക്കതിനെ തടയാൻ കഴിഞ്ഞില്ല. അവൾ ഭക്ഷിച്ചു. അവളുടെ ഭർത്താവായ ആദമിനും അത് നൽകി. അങ്ങനെ ദൈവം പറഞ്ഞ കാര്യം അനുസരണക്കേടിലൂടെ പ്രവർത്തിച്ചതുകൊണ്ട് അന്നു മുതൽ ഈ ലോകത്തിലേക്ക് പാപം കടന്നു വന്നു. ഈ കറുത്ത വിത്തുകൾ കാണുമ്പോൾ, അതിൻ്റെ നിറം കാണുമ്പോൾ പാപത്തെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമില്ലാതെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചിന്ത കൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു എന്നാണ്. നമുക്ക് വേദപുസ്തകത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഈ ആദമും ഹവ്വയും പാപം ചെയ്തതിലൂടെയാണ് ഈ ലോകത്തുള്ള സകല മനുഷ്യരിലേക്കും കാട്ടുതീ പോലെ ആ പാപം പടർന്നു പിടിക്കുവാനായിട്ട് തീർന്നത്. എന്നാൽ ജോൺ, നിനക്കറിയാമോ, ഈ തണ്ണിമത്തൻ്റെ നമ്മൾ ഭക്ഷിക്കുന്ന ഈ ഒരു ഭാഗം അല്ലേ, നല്ല ചുവപ്പ് നിറമാണല്ലേ. ഈ ചുവന്ന നിറം കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്നറിയാമോ? ദൈവം ഈ പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുവാൻ വേണ്ടി തൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി നൽകിയ കാര്യത്തെക്കുറിച്ചാണ്. അതേക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്കത് നോക്കാം. വേദപുസ്തകത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മിലുള്ള സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. ദൈവപുത്രനായ യേശു സാധാരണ ഒരു മനുഷ്യനായിരുന്നില്ല. അവൻ നീതിമാനായിരുന്നു, അവൻ വിശുദ്ധിയുള്ളവനായിരുന്നു, അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നവനായിരുന്നു. അവൻ നമുക്ക് വേണ്ടി ഈ ഭൂമി ജീവിക്കുകയും നമുക്ക് വേണ്ടി മരിക്കുകയും ചെയ്തു. അവൻ 3-ാം നാളിൽ ഉയർന്നിട്ട് ഇന്നും സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നുണ്ട്. ഈ യേശു കർത്താവിനോട് നമ്മുടെ തെറ്റുകൾ ഏറ്റു പറയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മുടെ സകല തെറ്റുകളെയും പോക്കി നമ്മൾ ശുദ്ധിയുള്ളവരായി തീരുവാനായിട്ട് ഇടയെത്തിയിരുന്നു. അതാണ് ഈ തണ്ണിമത്തൻ്റെ ഈ ചുവന്ന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇടയെത്തിയിരുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ: ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിലും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിലും പ്രകാരം 3-ാം നാൾ ഉയർന്നേറ്റു. യേശു നമുക്ക് വേണ്ടി ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് ആ വേദഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്നതിന് വേണ്ടി യേശു തിരുവെഴുത്തുകളിലും പ്രകാരം, അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും മരിക്കുകയും അടക്കപ്പെടുകയും ചെയ്ത് തിരുവെഴുത്തിലും പ്രകാരം അവൻ 3-ാം നാളിൽ ഉയർന്നിട്ട് ഇന്നും സ്വർഗ്ഗത്തിൽ ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. യേശു നമുക്ക് വേണ്ടി ഇപ്രകാരം ചെയ്യുന്ന മുമ്പ് തന്നെ വേദപുസ്തകത്തിൽ പറയുന്നത്, ദാവീദ് ഒരിക്കൽ പാപം ചെയ്തപ്പോൾ അവൻ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു. അത് നമുക്ക് വേദപുസ്തകം നോക്കാം. 51-ാം സങ്കീർത്തനം 7-ാം വാക്യം: ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തെക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. ദാവീദ് ദൈവത്തോട് അങ്ങനെ നിലവിളിച്ച് ദുഃഖത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പാപം ദൈവം ക്ഷമിച്ചു കൊടുക്കുവാനായിട്ട് ഇടയാത്തീർന്നു. ഈ തണ്ണിമത്തൻ്റെ വെളുത്ത ഭാഗം കാണിക്കുന്നത് നമ്മൾ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്രകാരം ദൈവത്തോട് പാപം ഏറ്റുപറഞ്ഞ് നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ജോണിൻ്റെ കൂട്ടുകാരനായിരുന്ന ആ ആൻഡ്രൂ
തണ്ണിമത്തൻ്റെ രഹസ്യം കേട്ടിട്ട് അവന് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിന് മാറ്റം വരികയും അവൻ തികച്ചും നല്ലൊരു വ്യക്തിയായി ജീവിക്കുവാനായിട്ട് ഇടയാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയ ജോൺ അങ്കിൾ ജിം പറഞ്ഞതുപോലെ തന്നെ അവൻ യേശുവിനെക്കുറിച്ച് അധികമായി കേൾക്കുവാൻ ആഗ്രഹിച്ചു. അങ്കിൾ ജിം ജോണിനോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു. അങ്കിൾ ജിം ജോണിനോട് ഇപ്രകാരമാണ് പറഞ്ഞത്. ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന്. അങ്കിൾ ജിം ജോണിനോട് പറഞ്ഞു, ജോണെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് ലഭിക്കുന്നതിന് വേണ്ടി നിന്റെ പാപങ്ങൾ നീ യേശുവിനോട് ഏറ്റു പറയണം. യേശുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. അതിനുവേണ്ടി നീ ഇപ്രകാരമാണ് ചെയ്യേണ്ടത്: യേശുവെ, ഞാൻ ഒരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. യേശുവെ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർന്നിട്ട് ഇന്നും സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവെ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ എല്ലാ പാപത്തെയും ക്ഷമിച്ച് എന്നെ അങ്ങയുടെ പൈതലാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു നിൻ്റെ പ്രാർത്ഥന കേട്ട് നിൻ്റെ സകല പാപവും ക്ഷമിച്ചു തന്ന് നിന്നെ യേശുവിൻ്റെ പൈതലാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. ഈ വാക്യം വായിച്ച് കേട്ടപ്പോൾ ജോൺ പറഞ്ഞു, എൻ്റെ പാപവും ഞാൻ യേശുവിനോട് ഏറ്റു പറയുമ്പോൾ അവൻ എൻ്റെ പാപം ക്ഷമിക്കുമെന്നുള്ളത് എനിക്ക് ഒത്തിരി ആശ്വാസം പകരുന്നു. അവിടെ വെച്ച് തന്നെ ജോൺ യേശുവിനോട് തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു. അവൻ യേശുവിനോട് സമ്മതിച്ചു, യേശുവെ, ഞാനൊരു പാപം ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. എൻ്റെ പാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നീ ക്രൂശിൽ മരിച്ചത്. നീ എനിക്ക് വേണ്ടി ഉയർന്നേറ്റു. നീ ഇന്നും സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു. യേശുവെ, നീ എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്ന് എൻ്റെ എല്ലാ പാപത്തെ ക്ഷമിച്ച് എന്നെ അങ്ങയുടെ മകനാക്കി തീർക്കണമേ എന്ന് ജോൺ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന് വലിയ സന്തോഷം തോന്നി. അപ്പോൾ അങ്കിൾ ജോൺ അവനോട് പറഞ്ഞതെന്താണെന്നറിയാമോ? ജോൺ, നിൻ്റെ കൂട്ടുകാരനായിരുന്ന ആൻഡ്രൂ ഇതേപോലെ തന്നെ യേശുവിനെ തൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അന്നു മുതലാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല വ്യക്തിയായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുള്ളത്. യേശു കർത്താവിൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച ജോണിന് വലിയ സന്തോഷം തോന്നി. അവനാണെങ്കിൽ അവൾക്ക് തുള്ളിച്ചാടി. അതിനുശേഷം അങ്കിൾ ജെമിനോടും ലോറ ആൻറ്റിയോടും അവനൊരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് ആൻഡ്രൂവിനെ കാണാൻ ആഗ്രഹം തോന്നും. ലോറ ആൻറ്റി പറഞ്ഞു, അവനെ അതേക്കുറിച്ച് ജിമ്മിന് നിന്നോട് ചില കാര്യം പറയാനായിട്ടുണ്ട്. അങ്കിൾ ജിം ജോണിനോട് പറഞ്ഞു, ജോൺ, നീയും ആൻഡ്രൂവും കൂടി നീന്തി കുളിക്കാൻ വേണ്ടി പോയ ആ കുളമില്ലേ, ഒരു ദിവസം ആൻഡ്രൂ ഒറ്റയ്ക്ക് അവിടെ നീന്താൻ പോയതാണ്. പക്ഷേ അവൻ ആഴത്തിലേക്ക് മുങ്ങിപ്പോയി. അവനെ രക്ഷിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. എന്ത് അങ്കിൾ, താങ്കൾ പറഞ്ഞു വരുന്നത് ആൻഡ്രൂ മരിച്ചു പോയെന്നാണോ? അവന് പെട്ടെന്ന് ഞെട്ടലുണ്ടായി. അങ്കിൾ പറഞ്ഞു, അതേ ജോൺ, അവനെ രക്ഷിക്കുവാൻ ആരുമില്ലാതിരുന്നു. അതുകൊണ്ട് അവൻ മരണത്തിലേക്ക് കടന്നുപോയി. പക്ഷേ ഞങ്ങൾക്കുള്ള സന്തോഷം, അവൻ യേശുവിൻ്റെ പൈതലെ തീർന്ന ശേഷമാണ് അവൻ മരണപ്പെട്ടത്. അതുകൊണ്ട് ഇന്ന് അവൻ ദൈവസന്നിധിയിലുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ജോണും പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആൻഡ്രൂവിനെ കുറിച്ച് ഞാനും ഒത്തിരി സന്തോഷിക്കുന്നു. ആൻഡ്രൂവിൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ വളരെ ദുഃഖത്തോടു കൂടിയാണെങ്കിലും അന്ന് ഓർത്തു. പക്ഷേ അവൻ്റെയും സന്തോഷം ആൻഡ്രൂ ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോയില്ല. അവനിപ്പോൾ ദൈവസന്നിധിയിലുണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിലുണ്ട് എന്ന് അവന് പൂർണ്ണമായി മനസ്സിലാക്കുവാനായിട്ട് ഇടയാവുകയും ചെയ്തു. അങ്കിൾ ജിം ജോണിനോട് പറഞ്ഞു, ജോൺ, നമ്മുടെ വാട്ടർമെലൻ്റെ പുറത്തെ തൊലിയുടെ നിറമെന്താണ്? പച്ചയാണല്ലേ. ഈ തണ്ണിമത്തൻ്റെ വള്ളികൾക്ക് നല്ല പച്ച നിറമുണ്ട്. അതിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ടാവുന്നുണ്ട്. ഈ പച്ച നിറം കാണുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? യേശുവിൻ്റെ പൈതങ്ങളായി തീർന്ന ആരായാലും അവർ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം വായിച്ചും അതിനെ പഠിച്ചും അതിനെ വിശ്വാസത്തോടുകൂടി അനുസരിച്ചും ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം നമുക്ക് ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന യേശു കർത്താവിനെ മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. പ്രിയ കൂട്ടുകാരെ, തണ്ണിമത്തൻ്റെ രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ആൻഡ്രൂ യേശു കർത്താവിൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്ന് കേട്ടാൽ
ജോണിൻ്റെ കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ജോണിനും തണ്ണിമത്തൻ്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലായി. തണ്ണിമത്തൻ്റെ ആ ഓരോ നിറങ്ങളും നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പഠിച്ച വാക്യത്തിൽ പറയുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ യേശു കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്കും യേശു കർത്താവിനോട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവാനും അവനെ നിങ്ങളുടെ സ്വന്തം രക്ഷിത കർത്താവുമായി ഹൃദയത്തെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. അപ്രകാരം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി തീരാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക, ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കുക. പ്രിയ യേശു കർത്താവേ, ഞാനും ഒരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർന്നിട്ടു, ഇന്നും സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ യേശുവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ കടന്നു വരണമേ. എൻ്റെ എല്ലാ പാപങ്ങളെയും ക്ഷമിച്ച് എന്നെ അങ്ങയുടെ പൈതലാക്കി തീർക്കണമേ. ആമേൻ. കൂട്ടുകാരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യേശു കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി തീരാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ജോണിനെ പോലെ നിങ്ങൾക്കും യേശു കർത്താവിൻ്റെ ഒരു പൈതലായി, യേശു കർത്താവിൻ്റെ ഒരു സാക്ഷിയായി തുടർന്ന് നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകും. ഇതൊരു മനോഹരമായ കഥയായിരുന്നു അല്ലേ? ജോണിന് വാട്ടർമെലോണിൻ്റെ സീക്രട്ട് മനസ്സിലായതുപോലെ കൂട്ടുകാർക്കും വാട്ടർമെലോണിൻ്റെ സീക്രട്ട് മനസ്സിലായെന്ന് കരുതുന്നു. കൂട്ടുകാരെ, നമുക്കിനി തുടർന്ന് യേശു കർത്താവിന്റെ കുട്ടികളായി തന്നെ ജീവിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വാട്ടർമെലോൺ പാർട്ടി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് നമ്മുടെ വാട്ടർമെലോൺ പാർട്ടി ഇന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതിനായിട്ട് സാലു ആന്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാർ, വാട്ടർമെലോൺ ധാരാളം കഴിച്ചിട്ടുണ്ടല്ലേ? എന്നാൽ വാട്ടർമെലോൺ ഒരു സീക്രട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇന്നാണ് മനസ്സിലായത്. ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് യേശു കർത്താവിൻ്റെ സ്വന്തം രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കാൻ സാധിച്ചു. ഇനി യേശു കർത്താവിൻ്റെ പൈതലായിട്ട് എന്നും ജീവിക്കണം. അപ്പം നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാട്ടർമെലോൺ പാർട്ടിയിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. യേശു കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നും യേശു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്നും ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷ കിട്ടുമെന്നും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് നന്ദി പറയുന്നു. തുടർന്നും യേശു കർത്താവിൻ്റെ മക്കളായി ജീവിക്കുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.